ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉപയോഗിക്കുന്ന ഈ 2 തൊപ്പികളും ഞാനിന്ന് കഴുകി ഉണക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം ഒരുപാട് അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് കഴുകി ഉണക്കിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഒരു തൊപ്പി കഴുകി ഉണക്കിയെടുക്കുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ മുഴുവനായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാനായിട്ട് കാര്യം, മനസ്സിൽ വേറെ ഒന്നും കരുതിയിട്ടല്ല ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ട് കാര്യം. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു തൊപ്പി കഴുകി ഉണക്കുന്ന ഒരു വീഡിയോ മാത്രമായിട്ടല്ല, യൂട്യൂബിൽ തിളങ്ങി നിൽക്കുന്ന തൊപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ തൊപ്പിനെ കുറിച്ച് എൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കണം. തൊപ്പി കഴുകാനായിട്ട് സോപ്പ് പൊടി വാങ്ങാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞു കടയിലോട്ട് പോവുകയാണ്. അപ്പോൾ സോപ്പ് പൊടി വെച്ചിട്ടാണ് തൊപ്പി കഴുകി എടുക്കാനായിട്ട് പോകുന്നത്. കടയിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ച സോപ്പ് പൊടി എനിക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് സൺപ്ലസ് എന്ന് പറയുന്ന ഈ ഒരു സോപ്പ് പൊടിയാണ് എനിക്ക് കിട്ടിയത്. സോപ്പ് പൊടിയുടെ കവറിൽ എക്സ്ട്രാ പവർ വാഷ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഗുണമുണ്ട്, എത്രത്തോളം അഴുക്കുകളൊക്കെ പോകുമെന്ന് കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കി കാണാം. സോപ്പ് പൊടി വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഷാമ്പു കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിനിക് പ്ലസ് എന്ന് പറയുന്ന ഷാമ്പു കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മണം കൂടി കിട്ടാനായിട്ട് ഷാമ്പു കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഈ 2 തൊപ്പികളും ഞാൻ കഴുകി ഉണക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബക്കറ്റ് ഇത് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലേ, ഞാൻ രാവിലെ ബാത്റൂമിൽ പോകാനായിട്ട് ബക്കറ്റ് കൊണ്ട് പോകണമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഈ ഒരു തൊപ്പി കഴുകാനായിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു സർഫ് നമുക്ക് പൊട്ടിച്ച്, ഈ ഒരു സോപ്പ് പൊടി നമുക്ക് പൊട്ടിച്ച് ആ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സോപ്പ് പൊടി പൊട്ടിക്കാനായിട്ടുള്ള സമയത്ത് എൻ്റെ വായിലൊക്കെ കുറച്ച് സോപ്പ് പൊടി പോയി. അപ്പം എൻ്റെ ഒരു മുഖത്തെ എക്സ്പ്രഷനാണിത്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ എല്ലാവർക്കും ചിരി വന്നിട്ടുണ്ടാകും. അതിനുശേഷം ഞാൻ ബക്കറ്റിനകത്ത് സോപ്പ് പൊടിയും ഷാമ്പുവും ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് 2 ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് കലക്കിയെടുക്കാം. അപ്പോൾ ഷാമ്പുവും സോപ്പ് പൊടിയൊക്കെ ഇട്ടത് കൊണ്ട് നല്ല രീതിക്ക് പതം ഉണ്ടാകും. അപ്പോൾ ടാപ്പ് തുറന്നപ്പോൾ തന്നെ നല്ല രീതിക്ക് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ എടുത്തതിന് ശേഷം ഞാൻ നല്ല രീതിക്ക് പതച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ടാണ് സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ തുണി കഴുകാനായിട്ട് ഇതുപോലെ സോപ്പ് പൊടിയൊക്കെ പതയ്ക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ട് പോലും ഇല്ല. എൻ്റെ ഈ ഒരു അവസ്ഥ വന്നതിന് ശേഷം അതിന് മുമ്പൊക്കെ തുണിയൊക്കെ കഴുകുന്നതൊക്കെ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ തൊപ്പി ഈ ഒരു സർഫിലേക്ക് മുക്കി വച്ചിട്ടുണ്ട്. അങ്ങനെ കയ്യിലൊക്കെ പതയുള്ളത് കൊണ്ട് ഞാൻ കൈയൊക്കെ പോയി നല്ല രീതിക്ക് സോപ്പിട്ട് കഴുകിയിട്ടുണ്ട്. അങ്ങനെ കൈയൊക്കെ കഴുകി വന്ന് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ച തൊപ്പി എന്തായി എന്ന്. 2 hours later. അപ്പോൾ എൻ്റെ 2 തൊപ്പി ഞാൻ കഴുകി ഉണക്കി ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം കളറായിട്ടുണ്ടല്ലേ, എന്തായാലും മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്പം കളറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം വീഡിയോ എടുക്കാനായിട്ടെങ്കിലും ഈ 2 തൊപ്പി ഞാൻ കഴുകി ഉണക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന തൊപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടുതലും നെഗറ്റീവ് ന്യൂസിലൂടെയാണ് തൊപ്പി അറിയപ്പെട്ട് നിൽക്കുന്നത്. ഞാൻ തൊപ്പിയുടെ ഫാനോ അല്ലെങ്കിൽ തൊപ്പിയുടെ എല്ലാ ലൈവുകളിലും പോയി നിന്നോ അല്ലെങ്കിൽ തൊപ്പിയുടെ ഇടുന്ന വീഡിയോകളെല്ലാം കണ്ട് നിൽക്കുന്ന ഒരാളല്ല. എല്ലാവരും തൊപ്പിയുടെ നെഗറ്റീവ് മാത്രമാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ തൊപ്പിയുടെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞ് വീഡിയോ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. കുറച്ച് നാൾക്ക് മുമ്പ് തൊപ്പിയുടെ ലൈവിൽ ഒരു ചേട്ടൻ, ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള, എന്നെപ്പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു ചേട്ടൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീൽ ചെയറിന് വേണ്ടി. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാണാം. ഫാൽക്കന് എൻ്റെ വീൽ ചെയർ മൊത്തം പോയി ഈ കുളിക്കാനും ബാത്റൂമിൽ പോകാനൊന്നും പറ്റുന്നില്ല. വീൽ ചെയർ ഇതാണ് ഞാൻ കക്കൂസിലൊക്കെ പോണത്, 1 2 എല്ലാം ഒടുക്കി പോയി. അതുകൊണ്ടാണ് ഒന്ന് സഹായിക്കുമോ? അപ്പോൾ അടിയിൽ ബക്കറ്റ് വയ്ക്കുന്നതാണെങ്കിൽ എനിക്ക് 1 2 പോകാൻ പറ്റും. അതിനകത്തിരുന്നാണ് പോണത്. അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ നമുക്ക് അയച്ചു തരാം. അത് ആണെങ്കിൽ അതായിരുന്നു എൻ്റെ ഒരു സ്വപ്നം. അത് കിട്ടുവാണെങ്കിൽ വലിയ ഇതായിരുന്നു. ഞാൻ ലിങ്ക് അയച്ചേക്കാം എന്തായാലും. അപ്പോൾ ആ ചേട്ടൻ്റെ ഒരു വോയിസ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. കാരണം
വീൽ ചെയറിൻ്റെ ആവശ്യം അതെന്താണ് എന്ന് എന്നെപ്പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അതറിയാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്കിവിടെ നിന്ന് എൻ്റെ റൂമിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കട്ടിലിൽ നിന്ന് ഇത്തിരി ഒന്ന് ദൂരോട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീൽ ചെയറിൻ്റെ സഹായം ആവശ്യം തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു ചേട്ടൻ്റെ വോയിസ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി. അപ്പോൾ അത് കേട്ടിട്ട് ആ ചേട്ടൻ്റെ വോയിസ് കേട്ടിട്ട് തൊപ്പിയുടെ മറുപടി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. 28 രൂപയാണ്, 28 രൂപയാണ് ആമസോണിൽ. 28,000 അല്ല, 1,00,000 റുപ്യ ആയാലും പ്രോന്റെ വീൽ ചെയർ ഉള്ളതിലെ ഏറ്റവും ബെസ്റ്റ് വീൽ ചെയർ ആയിട്ട് ഈ ന്യൂ ഇയറിന് മുന്നേ ഞാൻ ഈ പ്രോന്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തൊപ്പി ആ ഒരു വീൽ ചെയർ വാങ്ങി ആ ചേട്ടൻ്റെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ ഒരു വീഡിയോയിൽ പറയുന്നതും ഉണ്ടായിരുന്നു. ആ ചേട്ടൻ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ആ വീട്ടിൽ തൊപ്പിയുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് വന്ന് വീൽ ചെയറൊക്കെ പാഴ്സായിട്ടാണ് ഇരുന്നതെന്നും അതെല്ലാം റെഡിയാക്കി എല്ലാം ഫിറ്റ് ചെയ്ത് ആ ചേട്ടന് നൽകിയിട്ടാണ് തൊപ്പി പോയതെന്നും ഒക്കെ ആ ഒരു ചേട്ടൻ സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ആ തൊപ്പിക്ക് ആ ഒരു വീൽ ചെയർ വാങ്ങി കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സ് കാണിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. തൊപ്പി കൂടുതലും നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തൊപ്പിന് വലുതായിട്ട് ഇഷ്ടവും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ആ ഒരു കാണിച്ച ആ ഒരു മനസ്സിനെയാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടമായത്. അപ്പോൾ എന്തായാലും ഈ ഒരു തൊപ്പി ഈ ഒരു കാണിച്ച ആ ഒരു മനസ്സിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു തൊപ്പിയുടെ അടുത്ത്. തൊപ്പിക്ക് ഇനിയും ഇതുപോലെയുള്ള മനസ്സ് കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.